സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. സോണിയാഗാന്ധിയെയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെയും രാഹുൽ ഗാന്ധിയെയും മാത്രമല്ല, രാജ്യത്തെമ്പാടുമുള്ള മതേതര വിശ്വാസികളെയും ഞെട്ടിക്കുന്ന കാഴ്ചയാണ് ഇന്ന് ദില്ലിയിലെ കോൺഗ്രസ് ആസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. സ്വാതന്ത്ര്യദിനമായ ഇന്ന് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്വാഭാവികമായും കോൺഗ്രസിലേക്കാകും എല്ലാ കണ്ണുകളും എന്ന് പറയേണ്ടതില്ല. വന്ദേമാതര ആലാപനത്തിൽ കോൺഗ്രസ് പാർട്ടി എന്ത് നിലപാടാകും സ്വീകരിക്കുക, എങ്ങനെയാകും വന്ദേമാതരം കോൺഗ്രസിന്റെ ആഘോഷങ്ങളിൽ ആലപിക്കുക എന്നതൊക്കെ ഏവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. കാരണം അക്കാര്യത്തിൽ കോൺഗ്രസിന് ഒരു സുവ്യക്തമായ നിലപാടുണ്ട്. അത് വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ ആലപിക്കേണ്ടതില്ല എന്നതാണ്. എന്നാൽ AICC ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ ദേശീയ ഗീതമായ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചു. വന്ദേമാതരം പൂർണ്ണമായും പാടുന്നത് അംഗീകരിക്കാനാകില്ലെന്ന പ്രഖ്യാപിത നിലപാട് കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരമൊരു സംഭവം രാജ്യതലസ്ഥാനത്ത് തന്നെ ഉണ്ടായിരിക്കുന്നത്. വന്ദേമാതരത്തിന്റെ ആദ്യ 2 ചരണങ്ങളാണ് കാലങ്ങളായി ആലപിക്കുന്നത്. ശേഷമുള്ള വരികൾ രാജ്യത്തിന്റെ മതേതര കാഴ്ചപ്പാടിന് എതിരാണ് എന്നത് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതേതര പാർട്ടികൾ അതിനെ എതിർക്കുന്നത്. എന്നാൽ BJPയുടെ നിലപാട് ഇതിന് ഘടകവിരുദ്ധമാണ്. വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്നതാണ് BJP ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അത് ദേശീയ ഗീതമെന്ന നിലയിൽ വന്ദേമാതരത്തോടുള്ള ആദരവ് കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് പച്ചയായ രാഷ്ട്രീയ താൽപര്യം തന്നെയാണ്. ഇത് തിരിച്ചറിഞ്ഞാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ അതിനെ എതിർക്കുന്നതും. ഇത്തരത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് പാർട്ടിയുടെ ദേശീയ ആസ്ഥാനത്ത് തന്നെ വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ ആലപിച്ചിരിക്കുന്നത്. സംഘാടകർ ഏർപ്പെടുത്തിയ ഗായക സംഘം AICC ആസ്ഥാനത്തെത്തി ലൈവായി വന്ദേമാതരം ആലപിക്കുകയായിരുന്നു. ആദ്യ 2 ചരണങ്ങൾക്ക് ശേഷവും ആലാപനം തുടർന്നതോടെ രാഹുലും സോണിയയും ഖാർഗെയും അസ്വസ്ഥരായി. ഉടൻ സോണിയാഗാന്ധി അത് നിർത്താൻ ആവശ്യപ്പെട്ടു. എന്നാൽ അത് കേൾക്കാതെ ഗായക സംഘം പൂർണ്ണമായി ആലപിക്കുകയാണ് ചെയ്തത്. ഇതിൽ തനിക്കുള്ള അതൃപ്തി ശക്തമായി തന്നെ സോണിയാഗാന്ധി അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഖാർഗെയും എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. സംഭവം എന്തായാലും പാർട്ടിക്ക് ദേശീയ തലത്തിൽ തന്നെ വലിയ നാണക്കേട് ഉണ്ടാക്കുന്നതായി മാറിയിരിക്കുകയാണ്. എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചതെന്നതിൽ കോൺഗ്രസ് ഉറപ്പായും മറുപടി പറയേണ്ടി വരും. കാരണം പാർട്ടി ആസ്ഥാനത്തെ സംഘാടകരാണ് വന്ദേമാതര ആലാപനത്തിനുള്ള സംഘത്തെ ഏർപ്പെടുത്തുന്നത്. അവർ എന്തുകൊണ്ടാണ് വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കാൻ ഇടയായത്? അവർക്ക് വ്യക്തമായ നിർദ്ദേശം ഇക്കാര്യത്തിൽ നൽകിയിരുന്നോ എന്നതാണ് അറിയേണ്ടത്. സംഘാടകർക്ക് ഇക്കാര്യത്തിൽ വലിയ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. എന്നാൽ വന്ദേമാതരം മുഴുവൻ ചൊല്ലിയതിൽ പ്രശ്നമില്ലെന്നും വിവാദമാക്കേണ്ട കാര്യമില്ലെന്നുമാണ് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ഉടനടി പ്രതികരിച്ചത്. അങ്ങനെയെങ്കിൽ എന്നു മുതലാണ് കോൺഗ്രസിന് ആ ഒരു നിലപാടെന്നുകൂടി ജയറാം രമേശ് വ്യക്തമാക്കേണ്ടി വരും. അവിടെയും തീർന്നില്ല ജയറാം രമേശിന്റെ പ്രതികരണം. സോണിയാഗാന്ധി വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുന്നത് തടയാൻ ശ്രമിച്ചെന്ന വാർത്തകളെ അദ്ദേഹം തള്ളുകയാണ്. ഖാർഗെയ്ക്ക് ഇരിക്കാൻ ആവശ്യമായ സൗകര്യമൊരുക്കാനാണ് സോണിയ ആവശ്യപ്പെട്ടതെന്നാണ് ഇക്കാര്യത്തിൽ പാർട്ടി നൽകുന്ന വിശദീകരണം. അത് അങ്ങേയറ്റം അപഹാസ്യവും അപകടകരവുമായ പ്രതികരണമായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പുതിയ നിയമം അനുസരിച്ച് വന്ദേമാതരം ചൊല്ലുമ്പോൾ ഇരിക്കാൻ പാടില്ല. കാരണം ദേശീയ ഗാനത്തിന് തുല്യമായ പദവിയാണ് ദേശീയ ഗീതത്തിനുമുള്ളത്. പിന്നെ അങ്ങനെ ഖാർഗെയ്ക്ക് ഇരിക്കാൻ സൗകര്യമൊരുക്കണമെന്ന് സോണിയയ്ക്ക് ആവശ്യപ്പെടാനാകും. അതായത് ഇന്നത്തെ വന്ദേമാതര ആലാപനവും അതിനിടയിലുണ്ടായിരിക്കുന്ന വിഷയങ്ങളും അതിലെ പാർട്ടിയുടെ വിശദീകരണവും എല്ലാം കുഴപ്പത്തിലായിരിക്കുന്നു എന്ന് വേണം പറയാൻ. അടുത്തിടെ വന്ദേമാതരത്തിന് ദേശീയ ഗാനത്തിന്റെ പദവിയും പരിഗണനയും നൽകുന്ന ബിൽ പാർലമെന്റ് പാസ്സാക്കുകയും അത് നിയമമാവുകയും ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് വന്ദേമാതരത്തെ ഏതെങ്കിലും തരത്തിൽ അവഹേളിക്കുന്നതോ അപമാനിക്കുന്നതോ 3 വർഷം വരെ തടവോ പിഴയോ 2ഉം കൂടിയോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. വന്ദേമാതര ആലാപനം തടസ്സപ്പെടുത്താൻ പാടില്ല എന്നാണ് നിയമം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് AICC ആസ്ഥാനത്ത് നടന്ന സംഭവങ്ങൾ ഇനി ഏത് നിലയിലേക്ക് നീങ്ങുമെന്നതാണ് ഏറെ പ്രസക്തം. അത് മുൻകൂട്ടി കണ്ടാണോ ജയറാം രമേശിന്റെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. വിഷയം കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കാൻ BJP ആയുധമാക്കുമെന്ന് ഉറപ്പ്. വന്ദേമാതര ആലാപനം തടസ്സപ്പെടുത്താൻ സോണിയ ശ്രമിച്ചെന്നത് ചൂണ്ടിക്കാട്ടി BJP നിയമപോരാട്ടത്തിനിറങ്ങുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും കോൺഗ്രസും ദേശീയ നേതൃത്വവും ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാണെന്നതിൽ സംശയമില്ല.